ഷട്ടർ തുറന്നിരിക്കുന്നു അഭിലാഷ്. തത്സമയ ദൃശ്യങ്ങളാണ്. മൂന്നാമത്തെ ഷട്ടറിൽ കൂടിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഷട്ടറിൽ കൂടെ വെള്ളം പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. സെക്കൻഡിൽ 50 ക്യൂസെക്സ് വെള്ളം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വെള്ളം പുഴയിലേക്ക് ഒഴുകിയെത്തുകയാണ്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച് 3 സൈറനുകൾ മുഴക്കിയ ശേഷമാണ് ഇപ്പോൾ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, മൈക്ക് അനൗൺസ്മെന്റ് കഴിഞ്ഞ കുറച്ചു നേരമായി ഡാമിന്റെ പരിസരങ്ങളിൽ ചെയ്യുന്നുണ്ട്. പോലീസും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വെച്ച് പുഴയിൽ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ രാത്രി തൊട്ട് വയനാട്ടിൽ മഴയുടെ അളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ പുഴയിൽ സ്വാഭാവികമായുള്ള ജലത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടാകും. പല സ്ഥലത്തും വെള്ളം പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ ഡാം തുറക്കൽ കൊണ്ട് വലിയൊരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് സാധ്യതയില്ല. എന്തായാലും കൃത്യം 3 സൈറനുകൾ മുഴക്കിയ ശേഷം 10:08, 10:09 ഷട്ടർ തുറന്നിരിക്കുന്നു. വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങിയിരിക്കുന്നു. അഭിലാഷ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാണാസുര സാഗർ ഡാമിന്റെ 3ാമത്തെ ഷട്ടർ തുറന്നിരിക്കുന്നു. ജലത്തിന്റെ ഒഴുക്കാണ് ഇപ്പോൾ നദിയിലേക്ക് ജലം ഒഴുകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. 3ാമത്തെ ഷട്ടറിൽ നിന്നാണ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. നേരത്തെ 3 സൈറണുകൾ മുഴക്കിയിരുന്നു. അതിനു മുൻപ് കൃത്യമായി മൈക്ക് അനൗൺസ്മെന്റും നൽകിയിരുന്നു. ഇന്നലെ തന്നെ മഴ കനത്തൊരു സാഹചര്യത്തിൽ വെള്ളം ഒഴുക്കിക്കളയും ബാണാസുര സാഗർ ഡാമിലൂടെ എന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ജനങ്ങൾക്ക് പാലിക്കേണ്ട മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ഇപ്പോൾ 3ാമത്തെ ഷട്ടർ തുറന്നാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. ഇതിന്റെ ഈ തീരപ്രദേശത്തൊന്നും താമസിക്കുന്ന ആളുകളോട്, ഇതിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ജില്ലയിൽ വയനാട്ടിൽ കനത്ത മഴ, അതിതീവ്ര മഴയായിരുന്നു പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡാം തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. അല്പം ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക വേണ്ട, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു പ്രളയഭീതിയൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്.